എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NDA സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ക്ലാസ് എന്ന് പറയുന്നത് NDA എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ക്ലാസ്സിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് 3 ഡയമെൻഷണൽ ജോമെട്രി പോലെയുള്ള ടോപ്പിക്കുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇഫ് ദ പോയിൻറ്റ്സ് 1, 0, 0, 0, 3, 0 and 0, 0, 2 ലൈ ഓൺ എ പ്ലെയിൻ, ഈ പോയിൻറ്റ്സ് ഒരു പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. ദെൻ ദ യൂണിറ്റ് നോർമൽ വെക്റ്റർ എൻ ക്യാപ്പ് ടു ദ പ്ലെയിൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പോയിൻറ്റ്സ് ഒരു പ്ലെയിനിലെ പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് നോർമൽ വെക്റ്റർ എൻ ക്യാപ്പ് ടു ദ പ്ലെയിൻ. ഈ 3 പോയിൻറ്റ്സിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആദ്യത്തെ പോയിൻ്റ് ശ്രദ്ധിക്കൂ, അത് എക്സ് ആക്സിസിൽ നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. കാരണം വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും 0 ആണ്. രണ്ടാമത്തെ പോയിൻ്റ് ശ്രദ്ധിക്കൂ, അത് വൈ ആക്സിസിൽ നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. അവിടെ എക്സ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും 0 ആണ്. മൂന്നാമത്തെ പോയിൻ്റ് ശ്രദ്ധിക്കൂ, അത് ഇസഡ് ആക്സിസിൽ നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. അവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണ്. അപ്പം ഇവിടെ ഇസഡ് കോർഡിനേറ്റേ ഉള്ളൂ, ഇവിടെ വൈ കോർഡിനേറ്റ്, ഇവിടെ എക്സ് കോർഡിനേറ്റ്. അപ്പം എക്സ് ഇൻ്റർസെപ്റ്റ് 1 ആണ്, പ്ലെയിനിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് 3 ആണ്, പ്ലെയിനിൻ്റെ ഇസഡ് ഇൻ്റർസെപ്റ്റ് 2 ആണ്. അപ്പോൾ ഇൻ്റർസെപ്റ്റുകൾ നേരിട്ട് കിട്ടി. ഇൻ്റർസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്ലെയിനിൻ്റെ ഇക്വേഷൻ എഴുതുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്ലെയിനിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് നോർമൽ വെക്റ്റർ എഴുതാൻ പറ്റും. നോർമൽ വെക്റ്റർ ആ ഇക്വേഷനിൽ IJK എന്നുള്ളത് എക്സ് വൈ ഇസഡ് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ശരിയല്ലേ? എക്സ് വൈ ഇസഡ് മാറ്റി IJK കൊടുത്താൽ യൂണിറ്റ് വെക്റ്റർ കിട്ടും. ആ യൂണിറ്റ് വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അഥവാ മോഡുലസ് കൊണ്ട് ഹരിച്ചാൽ യൂണിറ്റ് നോർമൽ വെക്റ്റർ കിട്ടും. യൂണിറ്റ് നോർമൽ വെക്റ്റർ കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ പ്രൊസീജിയർ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലെയിനിൻ്റെ ഇക്വേഷൻ എഴുതാം. x/a പ്ലസ് y/b പ്ലസ് z/c ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് എന്തിൻ്റെ ഇക്വേഷൻ? നമ്മുടെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ. സോ x/1 പ്ലസ് y/3 പ്ലസ് z/2 ഈക്വൽ ടു 1 എന്ന് വരും പ്ലെയിൻ്റെ ഇക്വേഷൻ. ഈ 1ഉം 3ഉം 2 ഒക്കെ എവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലായല്ലോ. എക്സ് ഇൻ്റർസെപ്റ്റ്, വൈ ഇൻ്റർസെപ്റ്റ്, ഇസഡ് ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ആക്കണം. നമുക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിലൊരു 6 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ താഴെ 1, 2, 3യുടെ LCM 6 ആണല്ലോ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 6 അല്ലേ? അപ്പോൾ 6 കൊണ്ട് മൊത്തത്തിലൊന്ന് ഗുണിച്ചാൽ ഇതൊന്ന് സിമ്പിളായി കിട്ടും. ശരിയല്ലേ? അതായത് 6x പ്ലസ് 6 ഇൻറ്റു y/3, 3ഉം 6ഉം കട്ടായാൽ 2y പ്ലസ് 6 ഇൻറ്റു z/2, 6ഉം 2ഉം കട്ടായാൽ 3z ഈക്വൽ ടു 6 ഇൻറ്റു 1 6. ശരിയാണല്ലോ? ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? നമ്മുടെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ. സോ ഇവിടുന്ന് എനിക്ക് നോർമൽ വെക്റ്റർ n എഴുതാൻ പറ്റും. എന്താണ്? 6i പ്ലസ് 2j പ്ലസ് 3k. നോർമൽ വെക്റ്റർ n എന്താണ്? 6i പ്ലസ് 2j പ്ലസ് 3k. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് നോർമൽ വെക്റ്റർ n ക്യാപ്പ് എന്നുള്ളത് എന്താവും? വെക്റ്റർ n ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ n. അതായത് 6i പ്ലസ് 2j പ്ലസ് 3k ഡിവൈഡഡ് ബൈ മോഡുലസ് എടുക്കുക, റൂട്ട് ഓഫ് 6 സ്ക്വയർ 36, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. സോ 6i പ്ലസ് 2j പ്ലസ് 3k ഡിവൈഡഡ് ബൈ റൂട്ട് 36, 4, 49, 49, റൂട്ട് 49 7. സോ 1/7 ഇൻറ്റു 6i പ്ലസ് 2j പ്ലസ് 3k. സോ ഓപ്ഷൻ ഇ ആണ് ആൻസർ വരിക. 1/7 ഇൻറ്റു 6i പ്ലസ് 2j പ്ലസ് 3k ഇസ് ദി സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ, ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് 1, -5, 3 ആൻഡ് ഹാവിങ് എ നോർമൽ വെക്റ്റർ n ഇസ് ഈക്വൽ ടു 2y മൈനസ് 2j മൈനസ് k. പാസ് ചെയ്യുന്ന പോയിൻറ്റും നോർമൽ വെക്റ്ററും കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. പാസ് ചെയ്യുന്ന പോയിൻറ്റ് x0, y0, z0 ആണെന്ന് വിചാരിക്കുക. നോർമൽ വെക്റ്റർ AI പ്ലസ് BJ പ്ലസ്
സി കെ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഇതാണ് നമ്മുടെ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട്. ഇതാണ് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. എ ബി സി വാല്യൂസും എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് വാല്യൂസും ഉണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് പ്ലെയിനിൻ്റെ ഇക്വേഷനായി. അപ്പോൾ എന്താണ് വരിക? എ ഇൻറ്റു എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് 1, ബി ഇൻറ്റു എന്ന് പറയുമ്പോൾ -2 ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് -5, സി ഇൻറ്റു എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് 3 ഈക്വൽ ടു എന്താണ്? 0. ഓക്കെ അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2x മൈനസ് 2 മൈനസ് 2y, ഇവിടെ 2 മൈനസുകൾ ചേർന്ന് +5 ആവും. -2 ഇൻറ്റു +5 +10 വരും. -2 ഇൻറ്റു +5 ആണ് അല്ലേ? സോറി, ഇവിടെ നമുക്ക് ഈ 2 മൈനസുകളിനെ ചേർത്ത് പ്ലസ് ആക്കി ഒന്ന് എഴുതിയേക്കാം. -2 ഇൻറ്റു +5 -10 വരും. -z +3 വരും ഈക്വൽ ടു 0. സോ 2x മൈനസ് 2y മൈനസ് z, 2x മൈനസ് 2y മൈനസ് z ഈക്വൽ ടു -2 ഇപ്പുറം വന്നാൽ +2, -10 ഇപ്പുറം വന്നാൽ +10, +3 ഇപ്പുറം വന്നാൽ -3. സോ 10 2 12 3 പോയാൽ 9. സോ 2x മൈനസ് 2y മൈനസ് z ഈക്വൽ ടു 9. 2x മൈനസ് 2y മൈനസ് z ഈക്വൽ ടു 9. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. 2x മൈനസ് 2y മൈനസ് z ഇസ് ഈക്വൽ ടു 9. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് x/1 ഈക്വൽ ടു y + 1/2 ഈക്വൽ ടു z - 1/3 ആൻഡ് x + 1/3 ഈക്വൽ ടു y/2 ഈക്വൽ ടു z/1, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി അറിയാം, ഇഫ് x - x1/a ഈക്വൽ ടു y - y1/b ഈക്വൽ ടു z - z1/c ആൻഡ് x - x2/a1 b1 c1 കൊടുക്കാം, a2 ഈക്വൽ ടു y - y2/b2 ഈക്വൽ ടു z - z2/c2 are the equations of two lines in Cartesian form. Then angle between the lines cos theta എന്ന് പറയുന്നത് a1 a2 plus b1 b2 plus c1 c2 divided by root of a1 square plus b1 square plus c1 square into root of a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ ആണ്. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാം അല്ലേ? ശ്രദ്ധിക്കുക, ആൻസർ എന്താണ് വരിക? നമ്മളോട് കോസ് തീറ്റ ആണ് ചോദിച്ചിട്ടുള്ളത്. a1 a2 എന്ന് പറയുമ്പോൾ 1 × 3 പ്ലസ് b1 b2 എന്ന് പറയുമ്പോൾ 2 × 2 പ്ലസ് c1 c2 എന്ന് പറയുമ്പോൾ 3 × 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ആണ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, സോ 3 + 4 + 3 ബൈ റൂട്ട് 3 9 9 4 13 1 14 3 9 4 13 1 14 4 3 7 3 10 ബൈ റൂട്ട് 14 ഗുണം റൂട്ട് 14 വെറും 14 10 ബൈ 14 കട്ട് ചെയ്താൽ 5/7. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? കോസ് തീറ്റ ആണ് ചോദിച്ചിട്ടുള്ളത്. കോസ് തീറ്റ എന്ത് കിട്ടി? 5/7 കിട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക അല്ലേ? ഓപ്ഷൻ ഡി 5/7 ആണ് ഉത്തരം വരിക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.